തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേയ്ക്ക് ആരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേയ്ക്ക് ആരാധന. ഹോശാന ഹല്ലേലൂയ, Hosanna, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, Hosanna, hallelujah. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഈശോയെ നമുക്കൊന്ന് നോക്കാം. നമ്മളായിരിക്കുന്ന അവസ്ഥകളെ നമുക്ക് അവിടത്തേക്ക് നൽകാം. നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മളുടെ ജോലി മേഖലകളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ആകുലതകളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, എന്നെ മുഴുവനുമായും ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെയും ആയിത്തീരേണ്ട അവസ്ഥയെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. സങ്കീർത്തനം 46:10 ഇപ്രകാരം പറയുന്നു: ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. നമുക്കൊരു നിമിഷം ശാന്തമാവാം. മാലാഖമാരോട് ചേർന്ന്, മുഖ്യദൂതന്മാരോട് ചേർന്ന്, സ്ലീഹന്മാരോട് ചേർന്ന്, സ്വർഗവാസികളോട് ചേർന്ന് നമുക്കവിടുത്തെ ഒരു നിമിഷം ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം.
ഹാലലുയ, 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 ഹാലലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തന പുസ്തകം 56-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിഴിയിൽ ശേഖരിച്ചിട്ടുമുണ്ട്. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുമുണ്ട്. കർത്താവേ, ഞാനൊന്ന് കരഞ്ഞാൽ എൻ്റെ കണ്ണീരൊപ്പുന്നവനാണല്ലോ അങ്ങ്. ഞാനൊന്ന് തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കുന്നവനാണല്ലോ ഈശോയെ അങ്ങ്. എൻ്റെ മുഖം വാടിയാൽ, എൻ മനം നീറുമ്പോൾ ചാരത്ത് സാന്ത്വനമായി നീ ഓടിയെത്തുന്നു. നമുക്കും ആ വിശ്വാസത്തോടെ കരഞ്ഞാൽ കണ്ണീരൊപ്പുന്ന ആ സ്നേഹത്തെ ഈ ഗാനത്തിലൂടെ പാടി ആരാധിക്കാം. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. ഒന്ന് തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. നമുക്ക് ചേർന്ന് പാടാം. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. എൻ മുഖം വാടുമ്പോ എൻ മനം നീറുമ്പോ എന്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമാ. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. എൻ്റെ മുഖം വാടുമ്പോ, എൻ മനം നീറുമ്പോ എൻ്റെ ചാരത്ത് ചേരുന്നു സാന്ത്വനമായി. എൻ്റെ കർത്താവേ, എൻ്റെ വേദനകളെ, എൻ്റെ വിഷമങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. നീറുന്ന എൻ്റെ മനസ്സിൻ്റെ നൊമ്പരങ്ങളെ ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. എൻ്റെ ചാരത്ത് ഒരു സ്വാന്ത്വനമായി നീ വരണമേ, നീ എന്നെ ഒന്ന് തൊടണമേ. നമുക്കൊരിക്കൽ കൂടെ ആ ഗാനം കരഞ്ഞാൽ കണ്ണീരൊപ്പുന്ന സ്നേഹത്തെ നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും ശ്രീനാഥനല്ലേ ഈശോ. എൻ മുഖം വാടുമ്പോ എൻ മനം നീറുമ്പോ എന്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമാ.
സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. കർത്താവ് അരുൾ ചെയ്യുന്നു. ജെറമ്യാ പ്രവാചകനിലൂടെ നമ്മളോടും കർത്താവ് പറയുന്നു: ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. സഹോദരരെ, നാം മുറിവേറ്റപ്പെട്ടവരാണോ? എങ്കിൽ കർത്താവ് നമ്മളോട് പറയുന്നു: നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. മനസ്സിൽ നിറയുന്ന മുറിവുകളെല്ലാം വിരൽ തൊട്ട് ഉണക്കിടുന്നവനാണ് നമ്മുടെ ഈശോ. ഭാരങ്ങൾ പേറി ഞാൻ വീണിടുമ്പോൾ തോളിൽ എന്നെ വഹിക്കുന്നവനാണ് എൻ്റെ ഈശോ. ഒരു കുഞ്ഞിനെ പോലെ അവിടുത്തെ മാറിൽ എന്നും എന്നെ ഉറക്കിടുന്നു. മനസ്സിൽ നിറയുന്ന മുറിവുകളെല്ലാം വിരൽ തൊട്ടുണക്കിടുന്നു. മനസ്സിൽ നിറയുന്ന ഓരോ മുറിവുകളും അവിടുന്ന് വിരൽ തൊട്ട് ഉണക്കിടുന്നു. മനസ്സിൽ നിറയുന്ന മുറിവുകളെല്ലാം വിരൽ തൊട്ടുണക്കിടുന്നു. ഭാരങ്ങൾ പേറി ഞാൻ വീണിടുമ്പോൾ എന്നെ തോളിൽ വഹിക്കുന്ന ദൈവം. ഭാരങ്ങൾ പേറി ഞാൻ വീണിടുമ്പോൾ തോളിൽ വഹിച്ചിടുന്നു. മനസ്സിൽ നിറയുന്ന മുറിവുകളെല്ലാം വിരൽ തൊട്ടുണക്കിടുന്നു. ഭാരങ്ങൾ പേറി ഞാൻ വീണിടുമ്പോൾ തോളിൽ വഹിച്ചിടുന്നു. ഒരു കുഞ്ഞിനെ പോ തിരുമാർവിലവൻ എന്നുമെന്നെ ഉറക്കിടുന്നു. ഒരു കുഞ്ഞിനെ പോലെ അവിടുത്തെ മാറിൽ എന്നും എന്നെ ഉറക്കിടുന്നു. സഹോദരരെ, ഒരു കുഞ്ഞിനെ പോലെ എന്നെയും നിങ്ങളെയും അവിടുന്ന് മാറോട് ചേർത്ത് തോളിൽ ഉറക്കിടുന്നു. നമുക്കും ഹൃദയം കൊണ്ട് അവിടുത്തെ ഈ വരികളിലൂടെ ആരാധിക്കാം. ഒരു കുഞ്ഞിനെ പോ തിരുമാർവിലവൻ എന്നുമെന്നെ ഉറക്കിടുന്നു. ഒരു കുഞ്ഞിനെ പോ തിരുമാർവിലവൻ എന്നുമെന്നെ ഉറക്കിടുന്നു. കരഞ്ഞാൽ കണ്ണീരൊപ്പം, കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. എല്ലാവരും ചേർന്ന് പാടട്ടെ. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. എൻ മുഖം വാടുമ്പോൾ എൻ മനം
നീറുമ്പോ എന്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമാ. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. ഒരിക്കൽ കൂടെ നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 മഹത്വം. യേശുവേ നന്ദി, 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 നന്ദി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21-22 തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? വിശുദ്ധ പത്രോസ് ഈശോയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, എന്നോട് തെറ്റ് ചെയ്യുന്നവരോട് ഞാൻ എത്ര തവണ ക്ഷമിക്കണം? 7 പ്രാവശ്യം. യേശു അരുൾ ചെയ്തു, 7 അല്ല 70 പ്രാവശ്യം എന്നു ഞാൻ നിന്നോട് പറയുന്നു. ഏഴല്ല 70 പ്രാവശ്യം എന്ന് അവിടുന്ന് നമ്മോട് പറയുന്നു. ഒരുപക്ഷെ പകയാല് മനം നിറഞ്ഞിരിക്കുന്നവരായിരിക്കാം നാം. കർത്താവേ, എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയത്തിലെ പകകളെല്ലാം എടുത്തു മാറ്റണമേ. ഒരുപക്ഷെ മറ്റുള്ളവരാൽ മുറിവേറ്റപ്പെട്ടപ്പോൾ അവരോട് ദേഷ്യവും സങ്കടവും പകയും നിറഞ്ഞ ഹൃദയവുമായിരിക്കാം ഞാൻ ആയിരിക്കുന്നത്. കർത്താവേ, ആ പകയെല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. പകയാൽ എൻ മനം നേരിടുമ്പോൾ ക്ഷമയായി ഈശോയെ നീ വരണമേ. പിഴകൾ ഞാൻ ഏറ്റു ചൊല്ലുമ്പോൾ മോചനം തന്നിടമേ. പകയാലൻ മനം നീറിടുമ്പോൾ ക്ഷമയായി വന്നിടണേ. പിഴകൾ ഞാൻ ഏറ്റു ചൊല്ലിടുമ്പോൾ മോചനം നൽകിടുന്നു. കർത്താവേ, ഈ വരികളിലൂടെ ഞാൻ പാടി ആരാധിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ വിദ്വേഷവും വെറുപ്പും പകയും കോപവുമെല്ലാം നിന്റെ ആത്മാവിനാൽ തുടച്ചു മാറ്റണമേ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21-22 വചനങ്ങളുടെ അഭിഷേകം എന്നിൽ നിറയ്ക്കണമേ. നമുക്ക് ചേർന്ന് ഈ വരികളിലൂടെ പാടി ആരാധിക്കാം. പകയാലൻ മനം നീറിടുമ്പോൾ ക്ഷമയായി വന്നിടുന്നു. പിഴകൾ ഞാൻ ഏറ്റു ചൊല്ലിടുമ്പോൾ മോചനം നൽകിടുന്നു. നമുക്ക് ചേർന്ന് പാടാം. പകയാലൻ മനം നീറിടുമ്പോൾ ക്ഷമയായി വന്നിടുന്നു. പിഴകൾ ഞാൻ ഏറ്റു ചൊല്ലിടുമ്പോൾ മോചനം നൽകിടുന്നു. ഒരു കുഞ്ഞിനെ പോറ്റിരുമാർവിലവൻ
എന്നുമെന്നെ ഉറക്കിടുന്നു. ഒരു കുഞ്ഞിനെ പോ തിരുമാറിലവൻ എന്നുമെന്നെ ഉറക്കിടുന്നു. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. കരഞ്ഞാൽ കണ്ണീരൊപ്പം, കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ, തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. എൻ മുഖം വാടുമ്പോ, എൻ മുഖം വാടുമ്പോ എൻ മനം നീറുമ്പോ എന്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമാ. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. എൻ മുഖം വാടുമ്പോ എൻ മനം നീറുമ്പോ എന്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമാ. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. നമുക്കൊരു നിമിഷം അവിടുത്തെ നോക്കാം. വചനം പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. കർത്താവേ, എൻ്റെ കണ്ണീരൊപ്പണമേ. തളർന്ന് എന്നെ നീ താങ്ങി ഓമനിക്കണമേ. എന്നെ മുഴുവനുമായും ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നമുക്കൊരിക്കൽ കൂടെ ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും ഞങ്ങളുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.